കരിമ്പിൻ തോട്ടം തേരായി വാങ്ങി. മ്യൂസിക്, സംഗീതം, പാട്ട്. ഒരു മജീഷ്യൻ പ്രാവിനെ അപ്രത്യക്ഷമാക്കുന്ന പോലെ സംഗീതം എങ്ങനെയാണ് നമ്മുടെ ടെൻഷനെ അകറ്റുന്നത്? എങ്ങനെയാണത് നമ്മുടെ കണ്ണീരൊപ്പുന്നത്? എങ്ങനെയാണത് നമുക്ക് ധൈര്യം പകരുന്നത്? സംഗീതം ഇല്ലായിരുന്നെങ്കിലോ? ശരിക്കും മനുഷ്യർക്ക് എന്താണ് സംഗീതം? പാട്ടിന്റെ വഴിയിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്ത സംഗീതം താങ്ങാക്കി, തണലാക്കി, എല്ലുകൾ ഒടിയുന്ന അപൂർവ രോഗത്തോട് ഇന്നും പൊരുതുന്ന ഒരാളെ കാണാനാണ് ഈ യാത്ര. ശാസ്താംകോട്ടയിലേക്ക് ആദിത്യനെ കാണാൻ. ഈ സോളമനും ശോഷണയും കണ്ടുമുട്ടി പണ്ടേ, മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് ആദിത്യ സുരേഷ്. ഞാനിപ്പോൾ BA ഹിസ്റ്ററിക്ക് പഠിക്കുകയാണ് ശാസ്താംകോട്ട DB കോളേജിൽ. എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു മ്യൂസീഷ്യനാണ്. കഴിഞ്ഞ വർഷത്തെ 2023 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം രാഷ്ട്രപതിജിയിൽ നിന്ന് ലഭിച്ചു. പിന്നെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലപുരസ്കാരവും ഇതിനും അർഹനായി. എൻ്റെ എന്താ പറയുക, ഒരു ബ്രത്ത് തന്നെ പാട്ടാണെന്ന് പറയാൻ പറ്റും. കാര്യം ഞാൻ ബൈ ബർത്തിൽ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്നുള്ള ഒരു ജനറ്റിക് ഡിസോർഡറിലാണ് ഞാൻ ബൈ ബർത്തിൽ വന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ബോണിന് ഫ്രാക്ചർ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്കങ്ങനെ എഴുന്നേറ്റിരിക്കാനോ പോകാനോ ഒന്നും സാധിക്കുന്ന ഒരു ടൈമായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കൂടുതലും മ്യൂസിക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് തല പൊക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഞാനിങ്ങനെ കിടക്കുകയുള്ളായിരുന്നു. അപ്പോൾ ആ ടൈമിൽ മ്യൂസിക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പാടുമായിരുന്നു, മ്യൂസിക്കിൻ്റെ കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോഴൊന്നും ആർക്കും അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു മ്യൂസിക്കിലൊരു ടാലൻ്റ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. കാര്യം ഫാമിലിയിലും ആരും പാടുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇത് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത് ഒരു 10-11 വയസ്സായതിന് ശേഷമാണ്. അപ്പോഴാണ് എൻ്റെ കണ്ടീഷൻ ഒന്ന് ബെറ്ററായി. നമുക്ക് ഇങ്ങനെ ആദ്യം കണ്ടപ്പം ഓസ്റ്റിയോജെനസിസ് ഒന്നും നമുക്ക് അറിയത്തില്ല, എന്തോ അസുഖമൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ജനിച്ചൊരു 6 ദിവസമായപ്പം കയ്യിൽ BCG എടുക്കാനായിട്ട് പിടിച്ചപ്പോഴത്തേക്ക് അതാണെന്ന് അറിയത്തില്ല, നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എന്തുവാണെന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ പീഡിയാട്രീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ എന്തുവാന്ന് അവർക്കും അറിയത്തില്ല അന്നേരം എന്തുവാന്ന്. അപ്പോൾ അവർ പറഞ്ഞ് എവിടോട്ടെങ്കിലും സെറ്റിലോട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ഇങ്ങനെ വേറെ എവിടെയെങ്കിലും അമൃതയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഓസ്റ്റിയോജെനസിസാണ്, ഇങ്ങനെ റയറായിട്ട് 10,000-10,000 ആൾക്കാർക്ക് കാണുന്ന പോലുള്ള, നമ്മളതൊന്നും കേട്ടിട്ട് പോലുമില്ല, ഞാനിങ്ങനെ കണ്ടിട്ടുമില്ല. ഇവനെയാണ് അങ്ങനെ. ഇതിന് ശേഷം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, അന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഓസ്റ്റിയോജെനസിസ് എന്ന് വെച്ചാൽ ബ്രിട്ടിൽ ബോൺ എന്ന് പറയും, ഇങ്ങനെ എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടലുണ്ടാകുന്നത്, പൊട്ടുന്ന ഭാഗം പിന്നെ ഫ്രാക്ചർ ഉണ്ടാകുന്നത്, പിന്നെ വളരത്തില്ല ആ ഭാഗം കൊണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർ പറഞ്ഞ ഒന്നും ചെയ്യാനൊക്കത്തില്ല, നമ്മുടെ കയ്യിലൊരു പളുങ്ക് പാത്രം കിട്ടിയാൽ നമ്മൾ എങ്ങനെ അതിനെ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ. അപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ, പിള്ളേരാകുമ്പം തട്ടിലും മുട്ടലും ഒക്കെ ഉണ്ടാകത്തില്ല, അങ്ങനെ സൂക്ഷിക്കാൻ പറഞ്ഞു വിട്ടതാണ്. പിന്നെ എൻ്റെ കൈ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി അങ്ങനെയൊക്കെ 10-20 പ്രാവശ്യം അന്നൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 കൊല്ലം കൊണ്ട് ബോൺസിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടാവുന്നില്ല. മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞും താരാട്ടിൻ രാരീരം. അപ്പം ഏകദേശം ഒരു 5-4 വയസ്സൊക്കെ കാണത്തുള്ളൂ. അന്നേരം നന്നായിട്ട് പാടും, ഭയങ്കര ഇതുപോലൊന്നും പാടത്തില്ല, എന്നാലും നമുക്ക് കൊച്ചു കുട്ടികൾ പാടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നന്നായിട്ട് ഈണത്തിൽ പാടുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പം നമ്മളത്ര ശ്രദ്ധിച്ചിട്ടും ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന വെച്ച് നമ്മളെന്തോ അങ്ങ് പാടിക്കോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഇവന് ഞാൻ അന്നൊക്കെ ചെറിയ ഫോണിനകത്ത് ഞാൻ പാട്ട് വെച്ച് കൊടുക്കുമായിരുന്നു. അത് കേട്ട് പിന്നെ ഇന്നും ഓരോ പാട്ടുകളുടെ 3 വരി 4 വരിയൊക്കെ വീതം ഇങ്ങനെ പാടുമായിരുന്നു.
കനവിൻ രാഗമാ. അവനെ എത്രത്തോളം ടോപ്പിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഞങ്ങളെ ആയാലും ഇപ്പം എവിടെ വെച്ചുണ്ടാലും എല്ലാവർക്കും അറിയാം ആദിത്യൻ്റെ അച്ഛനും അമ്മയും അല്ലയോ എന്ന് ചോദിക്കും. അവൻ്റെ ആഗ്രഹം ഏതാണ് അതേപോലെ തന്നെ പാട്ട് സ്കൂള് തുടങ്ങണമെന്നും കുറേ കുട്ടികളെ നല്ലവണ്ണം പാട്ട് പഠിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ട് നമുക്കും തോന്നുന്നുണ്ട്. അതിനെ പറ്റി നമ്മളും പ്രോത്സാഹിപ്പിക്കും. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ അതിൽ തന്നെ ഓർത്ത് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഓവർകം ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കൊരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ടാലൻറ്റ് എന്താണോ അത് മനസ്സിലാക്കി എത്രയും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ബി പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും. ഇളം പൂങ്കാറ്റിനോടു കിളികളോടു കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ.